ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. നമുക്ക് കുറേ സങ്കടങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് നമുക്കൊരാഗ്രഹം. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ കുറച്ചായി നല്ല ഓട്ടത്തിലായിരുന്നു. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താണെന്നറിയോ, ഞങ്ങളൊരു കുഞ്ഞു വീട് എടുത്തിട്ടുണ്ട്. കുഞ്ഞു വീട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ വീട്. പക്ഷേ അതൊരു ചെറിയ വീട്. കാരണം നമ്മുടെ സ്വപ്നമായിരുന്നു അത്. എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, അവിടെ നമ്മൾ സ്വന്തമായിട്ട് എന്താ പറയുക, ഒരുപാട് എന്താ പറയുക സൗകര്യത്തിൽ നമ്മൾ പുറത്ത് ജീവിച്ചാലും നമ്മളെ സ്വന്തം വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് വലിയ കൊട്ടാരമായിട്ട് തോന്നുന്നത് അല്ലേ. അപ്പം നമ്മൾ അതേപോലെ കുറേ കാലമായി ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ മനസ്സിൽ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, നല്ലൊരു അത്യാവശ്യം വലിയ വീടെടുക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതെ, അതിപ്പോൾ വെച്ചാൽ ലോണിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നം കാരണം നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു പൈസൻ്റെ ഒരു ചെറിയ വീട്. അപ്പോൾ കുറേ പോരായ്മകളുണ്ട് അവിടെ കേട്ടോ. അതൊന്നും നമുക്കിപ്പോൾ ഒരു സങ്കടമായിട്ട് തോന്നില്ല. സങ്കടം ഉണ്ടായിരുന്നു, ആദ്യമൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം എന്താ, നമുക്ക് നമ്മളെ വീട്, നമുക്ക് നമ്മൾ ചെറിയൊരു എന്താ പറയുക ഓലപ്പുരയാണെങ്കിൽ നമ്മളെ വീട് എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമല്ലേ. ആ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പിന്നെ വീട് സ്ഥലം കാണാൻ പോകുന്നത്, അതുപോലെ എഗ്രിമെൻറ്റ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും ദിവസമായിട്ട് നമ്മൾ അത് ഇടാണ്ടിരുന്നത് എല്ലാം ആയതിനു ശേഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം 2-3 ദിവസം, ഒരു 3-5 ദിവസം കൊണ്ട് നമ്മളെ പേപ്പർ വർക്കൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഒരു പ്രതീക്ഷ കേട്ടോ. ബാക്കി വെച്ചാൽ നാം പാതി ദൈവം പാതി എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെയാണ് കുറച്ച് ദിവസം കൊണ്ട്, എന്തായാലും ഈ ആഴ്ച കൊണ്ട് എന്തായാലും ആവുന്ന വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ വീടാണ്, അതിൻ്റെ നമ്മളിവിടുന്ന് മാറുന്നതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ എന്താ പറയുക വീഡിയോ ഇടുക, നിങ്ങളെ അറിയിക്കുക. എനിക്കിപ്പം നമുക്കിപ്പോൾ എത്ര സബ്സ്ക്രൈബർ ആയി? ഇതിനോട് 402 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. 402 സബ്സ്ക്രൈബറാണ് ആയേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആ സന്തോഷം നിങ്ങളോട് എന്താ പറയുക, ഞാൻ 500 ആയിട്ടാകുമ്പോൾ പറയാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. 500 ആവട്ടെ, എന്നിട്ട് എല്ലാവരോടും പറയാം. 500 ആണല്ലോ ഒരു ചെറിയയിലുള്ളൊരു സേഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതായിട്ട് പറയാമെന്ന് പറയാം. പക്ഷേ എന്താണെങ്കിലും എനിക്കറിയില്ല, എനിക്ക് അത് ഇതില്ല, നമ്മളെ വാച്ചിങ് ടൈം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഒരു എന്താ പറയുക 210, 215, 218 ഉണ്ടാവും. ഒറ്റയടിക്കുണ്ടാവും. ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് 205 അങ്ങനെ അത് ലാസ്റ്റ് 100 എത്രയിലേക്ക് വന്നിട്ടുണ്ടായി കേട്ടോ. ഇപ്പം വീണ്ടും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുക കുറഞ്ഞു വരുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ഞങ്ങൾ വീഡിയോ ഒന്ന് കാണണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഈ വീടെടുത്ത് എന്ന് പറയുന്നത് നല്ല കടമുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങളെ കയ്യിൽ സത്യം പറഞ്ഞാൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്നൊക്കെ കടം മേടിച്ചു, കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കടം മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, നമ്മൾ ചോദിച്ച എല്ലാവരും നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് പൈസ കടം തന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയൊരു സന്തോഷം. അത് നമുക്കത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അതേപോലെ പിന്നെ എന്താ ലോണുണ്ട്, ചെറിയൊരു ലോൺ എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ചെറുതല്ല കേട്ടാ, നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ലോൺ തന്നെയാണ്. അത് പോരാ, അത്രയും ഉള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത്. അങ്ങനെയുള്ള നമ്മൾ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ചെറിയ വീടാണെങ്കിൽ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് മാറും. ഇപ്പം മാറാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെ, 3 ആഴ്ച വേണ്ടി വരില്ല എന്നാണ് നമ്മളെല്ലാം വിചാരം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്, നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, വിനോദൻ എന്താ ഒന്നുമേ ഉണ്ടാത്തതെന്ന്. വിനോദൻ എന്നേക്കാൾ കൂടുതൽ സംസാരിക്കും. പക്ഷെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളെ ഈ എന്താ പറയുക അങ്ങനെയാണ്. എനിക്കിഷ്ടമല്ല സംസാരിക്കില്ല. ഇതെല്ലാം ഓഫാക്കി കഴിയട്ടെ കേട്ടാ. എൻ്റെ 4 മടങ്ങ് സംസാരിക്കും. അങ്ങനെയാണ്.
അപ്പൊ ഇപ്പൊ കണ്ട അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ വിചാരിക്കും കേട്ടില്ലേ പറഞ്ഞില്ലേ ഇത് മോഹൻലാല് പറഞ്ഞ പോലെ കുട്ടി 6ാം ക്ലാസ്സിലാണെങ്കിലും നാക്കമ്മയ്ക്ക. അതെന്തെന്നറിയാം, അങ്ങനെ ഒരു നാക്കുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം അല്ലേ. നമ്മളെ മനസ്സിലുള്ള കുറേ സന്തോഷം ഉണ്ടാവും, കുറേ സങ്കടങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് പണ്ടൊന്നും നമുക്ക് ആരോടും നമുക്ക് പങ്കുവെക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിന് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആകെ എന്താ ചെയ്യുന്ന അറിയാം, ഇരുന്ന് കരഞ്ഞു തീർക്കും അല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ആൾക്കാർ വിഷമം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ നമുക്ക് ഇതുപോലൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അവരോട് എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമാധാന വാക്കുകളുണ്ടല്ലോ, അതേറ്റവും വലുതാണ്. സാരമില്ല, അത് വെറുതെ ഒരു രീതിയിലാണെങ്കിൽ പറയാതിരിക്കുക, സാരമില്ല എല്ലാം ശരിയാവും, വിഷമിക്കണ്ട എന്നൊക്കെ നമ്മളോട് വെറുതെ പറയുമ്പോഴേ അത് നമുക്ക് എന്താ പറയുക, കുറേ സഹായങ്ങൾ ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കും ആ ഒരു വാക്ക് അല്ലേ. വാക്കുകൊണ്ടാണ് നമുക്ക് സന്തോഷവും സങ്കടം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളോട് എന്തായാലും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ നമ്മളൊന്ന് എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളൊന്ന് എന്താ പറയുക, ഈ 402-ൻ്റെ അതൊന്ന് നമ്മളൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ വീട് അങ്ങോട്ടേക്ക് താമസം വരുമ്പോഴേക്ക് 500 ആക്കി തന്നത്. 500 മാത്രമല്ല ഞങ്ങളുടെ ഇത് കേട്ടോ, ഞങ്ങൾ പറഞ്ഞതാണ് 500 ഒരു സേഫായ ഒരു അങ്ങനെ പറയുമല്ലോ നമ്മൾ. വാച്ചിങ് ടൈം വേണം നമുക്കറിയാം, പക്ഷേ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. എന്താ നിങ്ങൾ ആരും നമുക്ക് കമൻറ്റ് ഇടാത്ത, എന്താ നിങ്ങൾ ഒരു കുറച്ച് ലൈക്ക് അടിക്കുന്ന ആൾക്കാരുടെ ടൈമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ ചവിട്ടിക്കൂട്ടും വന്നിട്ട്. അങ്ങനെയല്ല, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തായോ നമുക്ക്. നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യണം കേട്ടോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അല്ലേ വിനോട്ടാ? പിന്നെ നിങ്ങളുടെ മിണ്ടാത്ത ഞാൻ അങ്ങനെയാ, ഞാൻ എന്തെങ്കിലും പറയാനിരുന്നല്ലേ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകും. അത് ശീലമായി പോയതാണ്, നിർത്താനൊന്നും പറ്റുന്നില്ല എന്നേ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം മാറും. അതിൻ്റെതായിട്ടുള്ള കുറേ വിഷമങ്ങളുണ്ട് മനസ്സിൽ. ആകെയുള്ളതൊരു നൂല് പോലത്തെ മാലയായിരുന്നു കേട്ടോ, അതുവരെ കൊണ്ട് പണം വെച്ചു. താലിമലയായിരുന്നു, അതുകൊണ്ട് പണം വെച്ചു. പിന്നെ എന്താ പറയുക, പക്ഷെ അത് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് താലിമാല അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയാം, നമുക്കൊരു കുഞ്ഞു വീട്, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ എല്ലാം ഇടാം. വീടും നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ഇടാം. ഒരു ദിവസം ഞാൻ എന്തായാലും ലൈവ് വരുന്നുണ്ട്, എല്ലാവരോടും നിങ്ങളോട് കാര്യം പറയാനായിട്ട് ആ ദിവസം ഞാൻ അറിയിക്കാം. അതുപോലെ നിങ്ങൾ നമ്മളെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നിങ്ങളോട് വേറെ ഒരു സഹായം ചോദിക്കുന്നില്ല. നമ്മൾ അന്നേരം ചോദിക്കുക എന്താ നിങ്ങളുടെ സഹായം ചോദിച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ കേട്ടോ. നമ്മൾ ഏറ്റവും വലിയ സഹായം നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്നറിയാം, നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട്. കാരണം വാക്കുകൾ കൊണ്ടും അതുപോലെ ആ സബ്സ്ക്രൈബർ ഒന്ന് നമ്പർക്ക് എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ, നമ്മളെ ഒന്ന് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളെ ഒന്ന് മുന്നോട്ട് ഒന്ന് എന്താ പറയുക നടത്തിക്കണം. നമുക്കൊന്ന് മുന്നോട്ട് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഇനിയിപ്പം എന്താ പറയുക, വീട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കടമ്പകൾ ഇനിയും കിടക്കാനുണ്ട്. കാരണം ആ വീട്ടിൽ തന്നെ ഒരുപാട് ഇതുണ്ട്. വാട്ടർ ടാങ്കില്ല വെച്ചാൽ വാട്ടർ കണക്ഷനാണ്. ടാങ്ക് 2 ടാങ്ക് വേണം, ഒന്ന് മുകളിൽ ഒന്ന് താഴെ 2 വേണം. പിന്നെ ബാത്റൂമിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാക്കണം. റൂമിൽ പ്രശ്നങ്ങൾ വേറൊന്നുമില്ല, ഡോറില്ല. പിന്നെ ഇത് എന്താണ്, ക്ലോസറ്റ് നമുക്ക് മാറ്റി ഇതാക്കണം. പണ്ടത്തെ ആ ഒരു ഇതാണ്, അപ്പോൾ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ചെയ്യണം. പിന്നെ എന്താ പറയാ, ഡോറ് ഫ്രണ്ടിലും കിച്ചണിലും മാത്രമേ ഉള്ളൂ. പിന്നെ റൂമിൽ വെച്ചാൽ റൂമൊന്നും തേച്ചിട്ടില്ല, ചെങ്കല്ലിൻ്റെ ആണ്, തേച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് തേക്കണം. പക്ഷെ ഇപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാട്ടർ ടാങ്ക് വെക്കുന്നുണ്ട്. ചെറിയ കിച്ചണിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് പൈപ്പിൻ്റെ ഇത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ശരിയാക്കിയിട്ട് വേണം അവിടെ താമസം തുടങ്ങാനായിട്ട്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോഴല്ല, നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇടാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ
ആധാരം എഴുതാൻ എനിക്ക് വീട് കാണാൻ പോയത്, അതുപോലെ എഗ്രിമെൻ്റ് എഴുതിയത്, പിന്നെ നമ്മൾ അളക്കുന്നത് എല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ എല്ലാവരോടും പറയാണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളെ കുടുംബത്തിൽ തന്നെ എല്ലാവരും അറിയിക്കാണ്ട് എടുത്തത്. പെട്ടെന്ന് എല്ലാവരോടും പോയി പറയണം എന്നുള്ള ആഗ്രഹമായിരുന്നു. നമുക്ക് ചെറിയ വീടാണെങ്കിൽ നമുക്ക് വലിയ സ്വപ്നം ഉണ്ടാവില്ലേ, വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരോടും പെട്ടെന്ന് പോയി പറയണമെന്ന്. അതുകൊണ്ട് അതാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ പോയിട്ട് കൊളാക്കി, എല്ലാവരുടെ അച്ഛൻ പോയിട്ട് പറഞ്ഞ് നമ്മൾ വീടെടുക്കുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. ഞാൻ ഇത് എഗ്രിമെൻ്റ് എഴുതുന്നതോ അല്ലെങ്കിൽ വീട് പോയി കാണുന്നതൊന്നും ഞാൻ ഇടാണ്ടിരുന്നത് അതുകൊണ്ടാണ്. ഞാൻ എല്ലാം ഇടുന്നുണ്ട്, നിങ്ങളെല്ലാം അറിയിക്കും. എനിക്ക് എന്നും ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഇത്രയിൽ എന്തായാലും അത്രയും എനിക്ക് എത്തിയത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കും. കുറച്ച് ദിവസം കൂടെ കുറച്ച് ദിവസം കൂടെ നിൽക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പോകുമ്പോഴേ നിങ്ങൾക്കറിയില്ലേ, നമ്മൾ റോണി നമുക്കൊരു വലിയ സങ്കടമാണ്. നമ്മൾ പോകുന്നിടക്ക് ഒരു വീഡിയോ കൂടി എടുക്കുന്നുണ്ട്, എന്നിട്ട് അവൻ്റെ വീഡിയോ ഇടാം. പിന്നെ ഡോണയെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും പറയണേ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഇങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് നമുക്ക് പറയാനുള്ള. എന്തെങ്കിലും പറയുന്നു കേട്ടോ. എന്നാലും അങ്ങനെയല്ലല്ലോ അല്ലേ. പിന്നെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്, എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, വീഡിയോയിൽ അങ്ങനെ ഒരുപാട് പറയാൻ തോന്നുന്നില്ല ശരിക്കും. സങ്കടങ്ങൾ നമുക്ക് സന്തോഷം പറയാനല്ലേ കൂടുതൽ ഇഷ്ടം. എത്ര സങ്കടം മനസ്സിലുണ്ടായാലും എനിക്കെല്ലാം എങ്ങനെയാണെന്നറിയാം, സങ്കടം മനസ്സിലാക്കി ഉണ്ടായാലും ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ പുറത്ത് പറയില്ല, അങ്ങനെ കൂടുതൽ കാണിക്കില്ല. എനിക്കതാ കൂടുതൽ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഇതാണ്. ഒന്ന് ഞാൻ വെച്ചാൽ ബാത്റൂമിൽ ഇരുന്നിട്ട് കരയും കേട്ടോ. എനിക്ക് സങ്കടം വന്നാൽ നേരെ ബാത്റൂമിൽ കയറി പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞ് തീർത്തിട്ട് ചിരിച്ചറ്റ് ഇറങ്ങി വരും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. പിന്നെ വേറെ എന്താണെന്നറിയാം, പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്നത് വിളക്ക് കത്തിച്ചിട്ട് ദൈവത്തിനോട് അറിയാം. എത്ര സങ്കടം ഉണ്ടായാലും. ഇപ്പോൾ എനിക്ക് വീട്ടിലൊരാളുണ്ടായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരാളോട് കാര്യം പറയില്ലേ, അതേപോലെ ഞാൻ ദൈവത്തിനോട് കാര്യം പറയാം. അല്ലാണ്ട് ഞാൻ വേറെ ആരോടും പറയില്ല കേട്ടോ. പുറത്തെല്ലാവരോടും പറയൽ കുറവാണ്. എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ ഇതൊക്കെ പറയണം തോന്നി. അതെന്താണെന്നറിയില്ല. ചിലപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാം എന്നുള്ളൊരു തോന്നലായിരിക്കാം. ഞാൻ അതുകൊണ്ടാണ് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. എൻ്റെ വിനോദത്തോട് കൂടുതൽ സങ്കടം പറയാൻ പറ്റില്ല കേട്ടോ. സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി സങ്കടം. അതുകൊണ്ട് ഞാൻ പറയൽ കുറവാണ്. അങ്ങനെയൊന്നും പറയില്ല, സന്തോഷം പറയാനേ നിൽക്കാറുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ അല്ലേ, സങ്കടങ്ങൾ ഒക്കെ. നിങ്ങളുടെ സപ്പോർട്ട് അതാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്ര. നമുക്ക് മുന്നോട്ടൊരു വിജയം ഉണ്ടെങ്കിൽ നിങ്ങളിൽ കൂടെ മാത്രമാണ്. നമ്മളൊന്ന് ഭിന്നിച്ചേക്കണേ. ബൈ.